பார்த்து பார்த்து கண்ணெல்லாம் ஒன்று போகுது, காத்து காத்து நாளும் உசுர போயே போகுது. பார்த்து பார்த்து கண்ணெல்லாம் ஒன்று போகுது, காத்து காத்து நாளும் உசுர போயே போகுது. எப்ப வந்திருவி நாளும் முதே காத்திருக்கேன். சுராஜம் எப்ப வந்திருவி நினக்குசரா நாளும் முதே காத்திருக்கேன். ஆசராஜனே அழகு மன்னவனே ஏசுராஜனே எனது தேவனே. ஆசராஜனே அழகு மன்னவனே ஏசுராஜனே எனது தேவனே. ஆசரீரனின்னை நான் பார்த்தே ஆகணும், நித்து மழையில் சாய்ந்து நான் மயங்கியாகணும். ஆசரீரனின்னை நான் பார்த்தே ஆகணும், நித்து மழையில் சாய்ந்து நான் மயங்கியாகணும். பரிசுத்த தூதரோடு பாடியாடணும், நினக்குசரா நாளும் முதே காத்திருக்கேன். பரிசுத்த தூதரோடு பாடியாடணும், நினக்குசரா நாளும் முதே காத்திருக்கேன். ஆசராஜனே அழகு மன்னவனே ஏசுராஜனே எனது தேவனே. ஆசராஜனே அழகு மன்னவனே ஏசுராஜனே எனது தேவனே. ஜீவனதியானவனே ஜீவாதிபதியே சிலுவை மரணி எனக்கு பலியானவனே. ஜீவனதியானவனே ஜீவாதிபதியே சிலுவை மரணி எனக்கு பலியானவனே. பாவ சாப நோய்களே சுமந்து தீர்த்தவனே, நினக்குசரா நாளும் முதே காத்திருக்கேன். பாவ சாப நோவுகளே சுமந்து தீர்த்தவனே, நினக்குசரா நாளும் முதே காத்திருக்கேன். ஆசராஜனே அழகு மன்னவனே ஏசுராஜனே எனது தேவனே. ஆசராஜனே அழகு மன்னவனே ஏசுராஜனே எனது தேவனே. നമ്മുടെ ഡിവോഷനിലെ എൻ്റെ സുഹൃത്ത് രാജേഷ് പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കുറച്ച് സമയം നമ്മുടെ ഡിവോഷൻ്റെ പാലക്കാടുള്ള സമയം കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട്. ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് നൽകിയത് ഓർക്കാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ 2023 വർഷം ജൂൺ മാസം 20 കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ഓരോ ദിവസം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു ദിവസം മാത്രമേ, ഓരോ നിമിഷവും കർത്താവിൻ്റെ ദാനമാണ്. കർത്താവ് അത് ആയുസ് നീട്ടിത്തരാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. അതിലുപരിയായി നമുക്ക് ആയുസ് നീട്ടി കിട്ടിയാലും ആത്മാവിൽ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് വിശ്വാസികളായ നമുക്ക് വേലക്കാരായ വിശ്വാസികളായിട്ട് വേലക്കാരായ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ദൈവം ആത്മാവ്,
ആകുന്നു. കർത്താവ് പറഞ്ഞ് ഞാൻ പോയാൽ നിങ്ങൾക്കുള്ള സമാധാനദായകനെ ഞാൻ അയച്ചു, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു. അവൻ നിങ്ങളെ സത്യത്തിൽ വഴി നടത്തും, അവൻ നിങ്ങളെ ബലപ്പെടുത്തും, അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും, അവൻ നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും, അവൻ നിങ്ങളോട് കൂടെ നടക്കും. പഴയ നിയമത്തിൽ പറയുന്ന വചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുകയും നമ്മുടെ കൂടെ ഇരിക്കുകയും നമ്മുടെ കൂടെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്ന സമയം വരെ ആത്മാവിൽ ആ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മൾ വളരെ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ദൈവസഭയുടെ അംഗമാകുവാനും ഈ പുതിയ നിയമകാലത്തിൽ നമുക്ക് ജനിക്കുവാനും സഭയുടെ അംഗമാകുവാനും ആത്മാവിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമുക്ക് നൽകിപ്പിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 18 വർഷമായിട്ട് കർത്താദാസൻ ജോൺസൺ ബ്രദറെയും എൻ്റെ സിസ്റ്ററെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾക്ക് പരിചയമുണ്ട്. അവരായിട്ടുള്ള ആത്മീയ ബന്ധം 18 വർഷം നിലനിർത്തുവാൻ കർത്താവ് സഹായിച്ചോട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അട്ടപ്പാടിയിൽ അവർ വന്ന സമയം മുതൽ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരണം താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പെയാണ് എനിക്ക് വരാൻ സാധിച്ചത്. കർത്താവ് വെച്ചാൽ ഞങ്ങളുടെ കുടുംബമായി വരുന്ന ദിവസങ്ങൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി കർത്താവിൻ്റെ പ്രവൃത്തി അത് എന്ത് തന്നെയാണ്, വാക്കിനാലാകട്ടെ പ്രവൃത്തിയാലാകട്ടെ ദൈവപ്രവൃത്തിയുണ്ട്. ഞാൻ ഇവർ പരിചയപ്പെടുന്ന വിക്ലിഫ് ഇന്ത്യയുടെ പ്രവർത്തനമായിട്ട് ഇവർ കേരളത്തിൽ വന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രൊമോഷണൽ മീറ്റിങ്ങുകൾ നടത്തുന്ന സമയത്താണ് ഞങ്ങൾ അവർ പരിചയപ്പെടുന്നത്. ഞാൻ ഇന്നലെ ഫോട്ടോ കണ്ടപ്പോൾ പറയായിരുന്നു, രാജൻ പാസ്റ്ററോട് പറയായിരുന്നു, ഡോക്ടറിൻ്റെ 18-ാം വയസ്സിൽ 1991 ഞാൻ രക്ഷിക്കപ്പെടുന്ന സ്ഥാനപ്പെടുന്നത്, ഞങ്ങൾക്ക് റൂമായിട്ട് സ്ഥാനപ്പെടുന്ന സമയത്താണ്. മമ്മി ഡോക്ടറിനെ ഒത്തിരി അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ സ്ഥാനപ്പെട്ട വിശ്വാസത്തിൽ വന്നപ്പോൾ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഡോക്ടറിൻ്റെ പ്രസംഗങ്ങൾ, എൻ്റെ വീട് ആലുവയിലാണ്, അവിടെ ഒരു ആശ്രമമുണ്ട്, ആ ആശ്രമത്തിൽ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടറിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് അട്ടപ്പാടിയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്, ബൈബിൾ ട്രാൻസ്ലേഷനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. ട്രാൻസ്ലേഷൻ അത്രയൊന്നും ഇല്ല, പക്ഷെ എന്നാൽ അങ്ങനെ പ്രവർത്തനം കാര്യമുണ്ട്. ആദിവാസികളുണ്ട് അട്ടപ്പാടിയിൽ, മലയാളി ആണെങ്കിലും നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. മാത്രമല്ല ഞാൻ കുറേ 6ാം ക്ലാസ് വരെ ഞങ്ങൾ വടക്കേണ്ടിയിലാണ് പഠിച്ചതും വളർന്നതും. അപ്പോൾ ഡോക്ടറിൻ്റെ ആ കാര്യങ്ങൾ എനിക്ക് പിന്നെ പിൻകാലങ്ങൾ അല്ലെങ്കിൽ വിക്ലിഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയത്. അന്നും അങ്ങനെയാണ് സ്വമേധ പ്രവർത്തനമായിട്ട് ഇവരോടുകൂടെ നിന്ന് പല സ്ഥലങ്ങളും പല സഭകളും പോയിട്ടുണ്ട്. പല ദേവദാസന്മാർ അവർക്ക് അറിവില്ല എന്നതാണ്, ഇതിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അനുഭവങ്ങൾ റെസ്പോൺസിബിലിറ്റി നേരിട്ടുണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പലയിടത്തും അനുവാദം കിട്ടിയിട്ടില്ല ഇങ്ങനെ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി. പക്ഷേ ദൈവപ്രവൃത്തിക്കായി സ്വന്തം ഇപ്പോൾ ഇത്രയും വർഷം അത് എത്രയോ മാറ്റങ്ങൾ വന്നു. അന്ന് വിക്ലിഫ് ഇന്ത്യ കേരളത്തിൽ വന്ന് ഇപ്പോൾ 2, 3 പല ഓർഗനൈസേഷൻസ് ഇതിനു വേണ്ടി കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നവർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വത്തിൽ മാത്രമല്ല പല മലയാളി ദൈവമക്കൾ അവരിപ്പോൾ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് വേലക്കാരായിട്ട് വടക്കേണ്ടിയിൽ അവർ പ്രവർത്തിക്കുന്നു. നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നതിൽ പലരും അങ്ങനെ പലരെ ആ രീതിയിൽ പരിചയപ്പെടുന്ന കർത്താവ് സഹായിച്ചോട്ടെ. ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. സോ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ആ കാര്യം ട്രാൻസ്ലേഷൻ, നമ്മൾ ഭാഷ പഠിച്ച് ഭാഷ മനസ്സിലാക്കി ഭാഷയെ അവർക്ക് ആ ഗോത്രത്തിനോ അല്ലെങ്കിൽ ആ ജാതിക്ക് അവർക്ക് ആവശ്യമുള്ള ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജിമ ചെയ്യുന്നു. ബൈബിളിൽ തന്നെ ദൈവം ചെയ്ത പ്രവൃത്തി, ദൈവം തന്നെ ഭാഷ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ദൈവം തന്നെ ദൈവത്തിൻ്റെ ഭാഷ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്നതുകൊണ്ട് എവിടെയാണെന്നറിയോ? ബൈബിൾ ക്ലാസ് അല്ല കേട്ടോ, പക്ഷേ എന്നാലും ബൈബിളിൽ ദൈവം തന്നെ ഒരു ഭാഷ പരിഭാഷ ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഡാനിയൽ ദൈവപ്രവൃത്തിയല്ല, ദൈവം തന്നെ ദൈവത്തിൻ്റെ ഭാഷ, അന്യഭാഷയാണ്, പക്ഷെ ദൈവം വിരൽ കൊണ്ട് എഴുതി. അപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന് വിരൽ കൊണ്ട് എഴുതുന്ന ദൈവമാണ്. വേദനയുണ്ടോ? കാരണം മതിൽമേ എഴുതുന്നത്, പക്ഷെ അത് മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി ആ എഴുത്തിൽ ദൈവം എന്ത് വെളിപ്പെടുത്തി? ആ രാജാവിൻ്റെ പാപത്തെ വെളിപ്പെടുത്തി. രാജാവിന് മാത്രമല്ല, രാജാവിൻ്റെ അപ്പൻ്റെയും നെബൂഖദ്നേസർ രാജാവിൻ്റെ പാപത്തെ വെളിപ്പെടുത്തി. അതിനുശേഷം പിന്നെ തൻ്റെ മകനായ ബെൽഷസ്സറിൻ്റെ പാപത്തെ വെളിപ്പെടുത്തി. അപ്പോൾ ദൈവവചനത്തിന് അന്നും ഇന്നും എപ്പോഴും കർത്താവിനെ വചനം വായിക്കുമ്പോൾ പാപബോധം ഉണ്ടാകുവാൻ. പഴയ നിയമത്തിലാണെങ്കിൽ ലിഖിതങ്ങൾ പിന്നീട് വന്ന് എഴുത്തുന്ന മുമ്പേ ആ ഒരു മോശ സംസാരിക്കുമ്പോൾ മോശ ആ പ്രമാണം കൊടുത്തപ്പോൾ അതിൽ നിന്ന് ആ പ്രമാണത്തിൽ നിന്ന് മനുഷ്യന് പാപബോധം ഉണ്ടാകണം.
അത് കൂടുതൽ വ്യക്തമായി വരുന്നത് പുതിയ നിയമത്തിലാണ്. എന്നാൽ ഇല്ലായ്ക പഴയ നിയമത്തിൽ ഇല്ലായ്കയില്ല. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന അവൻ്റെ ആ പ്രവൃത്തി, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഭാഷ പരിഭാഷയിൽ അത് ആത്മാവിൽ, പഴയ നിയമത്തിൽ അങ്ങനെ സംഭവിച്ചു. അത് ബാബേലിലാണ് ഏറ്റവും ആദ്യം സംഭവിക്കുന്നത്. ബാബേൽ അവർ മനുഷ്യൻ തൻ്റെ അഹങ്കാര നിമിത്തം ദൈവത്തിൻ്റെ അടുക്കൽ എത്തുക. ഞങ്ങൾ അപ്പോൾ ഭാഷ ദൈവം കലർത്തിയത് തൊട്ട് മുമ്പ് വരെ ബാബേലിൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഗേറ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാതിലല്ല, ഡോറല്ല, ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗേറ്റ് എന്ന് മനസ്സിലായി, പടിവാതിൽ. ഗേറ്റ് തുറന്നിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ മനുഷ്യന് ഒരു അഹങ്കാരം വന്നു. താല്പര്യമല്ല, അഹങ്കാരം വന്നു. ദൈവം പറയുന്നത് നാം ഇറങ്ങിച്ചെന്ന് അത് കാണുക. നാം, ഞാനല്ല, കാരണം ദൈവം തൃത്വമാണല്ലോ ഒന്നും. അപ്പൊ ദൈവം നാം ഇറങ്ങിച്ചെന്ന് മനുഷ്യന്റെ ഈ പ്രവൃത്തിയെ, ഭോഷത്വമായ പ്രവൃത്തി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഭാഷ കലക്കി. അപ്പോൾ ഒരേ ഭാഷ ഉള്ളത് ദൈവം എന്ത് ചെയ്തു? പല ഭാഷ ആക്കി. ഇന്ന് നമ്മൾ കടന്ന് സകല ഭാഷകൾ അന്ന് ആക്കി ദൈവപ്രവൃത്തി. അത് മനുഷ്യന്റെ പാപം നിമിത്തം ദൈവം ചെയ്തു. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് ഈ സകല ഭാഷകളെയും ഒന്നാക്കി. എപ്പോൾ? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ വാക്യം പറയുന്നത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ക്രേത്യരും അറബിക്കാരും പൊന്തോസിലും ആസിയിലും ഫ്രുഗിയിലും പംഫുലിലും മിസ്രൈമിലും ഖുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളും. അപ്പൊ ഏകദേശം 14 കൂട്ടം ആൾക്കാര് പേര് പറയുന്നുണ്ട്, ജാതികൾ. അപ്പോൾ വാക്യം പറയുന്നത് സകല ആകാശത്തിന് കീഴിലുള്ള സകലവും വന്നത് എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ലോകത്തുനിന്ന് എല്ലാ ആൾക്കാരും വന്നതെന്നല്ല. അവിടെ അന്ന് ആ കാലത്ത് പ്രബലരായ ഉള്ള ഗോത്രക്കാർ, ജാതികൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം അന്ന് യെരൂശലേമിൽ ഉണ്ടായിരുന്നു. ദൈവം അവരെ കൂട്ടിവരുത്തി. ആ പെന്തക്കോസ്ത് നാളിൽ ദൈവം കൂട്ടിവരുത്തി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ദൈവത്തിന് പ്രവർത്തിച്ചു. ഇവർ പറയും നാം സംസാരിക്കുന്ന നമ്മുടെ ഭാഷയിൽ, ഇവിടെ സംസാരിക്കുന്ന ഇവിടുത്തെ ഇരുളി ഭാഷയിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളി, അല്ലെങ്കിൽ ഹിന്ദിക്കാരാണെങ്കിൽ ഹിന്ദി, അവൻ്റെ ഓരോ ഭാഷയിൽ. പക്ഷേ ഇവർ പറയുന്നത് എന്താ? പത്രോസും 120 പേരും പറയുന്നത് അന്യഭാഷയാണ്. അവർ പറയുന്ന ഒരു അന്യഭാഷ അത് വന്ന് കേൾക്കുന്ന സകലർക്കും അവരുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈ ദൈവപ്രവൃത്തിയിൽ എന്ത് പറയുന്നു? അവൻ്റെ വൻ കാര്യങ്ങളെ അവർ സംസാരിച്ചു എന്നാണ് ഇവിടെ വാക്യം പറയുന്നത്. ഈ നമ്മുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ എന്താണ്? ദൈവം ആണ് സർവശക്തൻ. ആ ദൈവത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ ആദ്യം എന്താ വരുന്നത്? പാപബോധം വരുന്നത്. ദൈവത്തെ വഴങ്ങുന്ന കാര്യം അതോ നിമിത്തമാണ് ദൈവത്തിന് മുമ്പിൽ നമ്മൾ സാഷ്ടാംഗം വീഴുന്നത്. പാപബോധം ദൈവം വെളിപ്പെടുത്തുന്നു. ദൈവസ്നേഹം നിമിത്തമുള്ള പാപബോധം. അപ്പം എവിടെ എന്ത് പ്രവൃത്തി ഒരു ദൈവ വിശ്വാസി അല്ലെങ്കിൽ കർത്താവിൻ്റെ മകനോ മകളോ സഭയിലെ വിശ്വാസി ആയാലും പാസ്റ്റർ ആയാലും സുവിശേഷ വേലക്കാരായാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ എന്ത് വെളിപ്പെടണം? പാപബോധം. ആ അവിശ്വാസിയായ മനുഷ്യന് പാപബോധം വെളിപ്പെടുന്നു. കാരണം നമ്മൾ വസിക്കുന്ന ആരാണ്? എൻ്റെ ആത്മാവിന് കൂടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് വെളിപ്പെട്ട് വരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഓരോ ദിവസം പ്രാപിക്കണം. സ്തോത്രം. അപ്പം അവരവരുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവൻ്റെ വൻ കാര്യങ്ങൾ. അതുപോലെ 1 കൊരിന്ത്യരിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അന്യഭാഷയെക്കുറിച്ച് പറയുകയാണ് അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, തറപ്പിച്ച് പറയുന്ന കാര്യമാണ് മനുഷ്യനോട്. പക്ഷെ എന്നിട്ടും ആൾക്കാർ നമ്മളെ കളിയാക്കുന്നു. അവർ പറയും നിങ്ങളെന്താ ഈ തത്തൊക്കെ പറയുന്നത്? അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് പല ദൈവമക്കൾക്ക് പോലും ആ കാര്യം അറിയില്ല. അവിടെ വ്യക്തമായി പൗലോസ് പറയാണ് നിങ്ങൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ മനുഷ്യനോടെയല്ല സംസാരിക്കുന്നു, പിന്നെ ആരോടാ? ദൈവത്തോട്. അപ്പോൾ പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നു, രക്ഷകനായ യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നു. അതിനുവേണ്ടി സഹായകനായ ആര് കൂടെ ഉണ്ട്? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്നിട്ട് എന്നാ സംസാരിക്കുന്നത്? എൻ്റെ വീടിൻ്റെ കാര്യമാണോ? മക്കളുടെ കാര്യമാണോ? ജോലി കാര്യമാണോ? ഇവൻ വേലയാണോ എന്ന് പോലും എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാം. വേല മീൻസ് നമ്മുടെ ഈ മിനിസ്ട്രി പോലും അല്ല സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ അവിടെ വാക്യം പറയുന്നത്
അവൻ്റെ മർമ്മങ്ങൾ സംസാരിക്കുകയാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒളിച്ചു വെച്ച നിധി പോലെ, നിധി ഒളിപ്പിച്ച് വെച്ച്. അപ്പോൾ അത് എവിടെയാണെന്ന് അറിയില്ല, അതിൽ അതിന് ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. പക്ഷെ ദൈവത്തിന് അറിയാം. അപ്പോൾ ആ നിധി, ആ മർമ്മങ്ങൾ സംസാരിക്കുകയാണ്. അത് എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ബലപ്പെടുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. ദൈവാത്മാവ് എൻ്റെ ആത്മാവോട് സംസാരിക്കുന്നു. ആവശ്യങ്ങൾ കൈമാറുന്നു, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ കൈമാറുന്നു. അപ്പോൾ ആ ഒരു വലിയ സൗഭാഗ്യം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ അതിൽ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒളിച്ച് ഇരിക്കുന്ന ചില പാപങ്ങളും പുറത്ത്, പാവം ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയും കൂടിയും സിനിമ കാണുന്ന കാര്യമല്ല കേട്ടോ, കാരണം നമ്മൾ വിശ്വാസിയും വേലക്കാരാണല്ലോ. അപ്പോൾ അതിൽ എന്നാൽ ചിലരോടുള്ള നമുക്ക് ഒരു വിദ്വേഷം, ചിലപ്പോൾ ദൈവത്തിൽ പോലും സംശയിക്കുന്ന കാര്യം, കർത്താവിനെ വല്ലപ്പോഴെങ്കിലും നമ്മൾ ദുഃഖിപ്പിച്ച ഒരു ജീവിതത്തിലെ അനുഭവം വെച്ച് കഷ്ടം വരുമ്പോൾ നമ്മളെ മനുഷ്യരാണ്, ദൈവത്തിന് അറിയുന്നത്. പക്ഷേ അതുപോലും നമുക്ക് ശുദ്ധീകരിക്കാൻ നൽകുന്ന ഒരു സാവകാശമാണ് നമ്മൾ പ്രാർത്ഥന. അതുകൊണ്ട് പറയുന്നത് ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക, നാം ഒറ്റയ്ക്കിരുന്ന് അവനോട് പ്രാർത്ഥിക്കുക. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസത്തിൻ്റെ ദശാംശം, നമ്മൾ സാധാരണ പൈസയുടെ ദശാംശം കൊടുക്കും അല്ലേ, ദശാംശമുണ്ട്. പൈസയുടെ എത്ര പൈസയുടെ ദശാംശം, 100 രൂപ കിട്ടിയാൽ 10 രൂപ പാസ്റ്ററിനോ സഭയിൽ നമ്മൾ കൊടുക്കും. ചില പാസ്റ്ററിന് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വന്നു പറയാൻ പോട്ടെ, പാസ്റ്ററിൻ്റെ സഭയിൽ ദശാംശം അങ്ങോട്ട് പോകും. പക്ഷെ സമയത്തിൻ്റെ ദശാംശമോ, ഒരു ദിവസം 24 മണിക്കൂർ. അപ്പോൾ ദശാംശം എത്രയും പറഞ്ഞോ, 2 മണിക്കൂർ 40 മിനിറ്റ്. 2 മണിക്കൂർ. അപ്പം ഞാൻ ഈ കാര്യം ഒരു സഭയിൽ പറഞ്ഞപ്പോൾ 18 വയസ്സ് 19 വയസ്സുള്ള ഒരു പെൺകൊച്ച്, അവള് വീണ്, ഭൂതം കയറിയിട്ട് വീണല്ല, അത്രയും സമയം കൊടുക്കണമോ, അത്രയും സമയം കൊടുക്കണമോ. മറ്റുള്ളവർ ചിന്തിച്ച് എത്ര സമയം ഞങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. ആദ്യമായിട്ടാണ് ഒരു ദിവസത്തെ 24 മണിക്കൂർ ദശാംശം 2 മണിക്കൂറും 40 മിനിറ്റും. ഈ 2 മണിക്കൂർ 40 മിനിറ്റ് ഒറ്റയടിക്ക് കൊടുക്കാന്നല്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ദൈവത്തിന് സന്തോഷം, നമുക്കും ഒത്തിരി സമാധാനം, ആശ്വാസം. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം കർത്താവിനെ അറിയാം. അപ്പോൾ അത്ര ഇല്ലെങ്കിലും നമ്മൾ പറയും 1 മണിക്കൂർ രാവിലെ, 1 മണിക്കൂർ രാത്രി, ഉച്ചയ്ക്ക് ഒരു 40 മിനിറ്റ്. എങ്ങനെയാണ് അത് നിങ്ങൾ തീരുമാനിക്കണം. പക്ഷേ ദൈവസന്ധി അതിപ്പോൾ എങ്ങനെയാണ്, അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ രീതിയിലനുസരിച്ച് ചെയ്യാം. മാത്രമല്ല അതുപോലുമല്ല, നമുക്ക് പുതിയ നിയമത്തിൽ ദശാംശമേ ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ സൗഭാഗ്യം ദൈവം തന്നത്, സഹോദരിമാരാകുമ്പോൾ ഇറച്ചി വെട്ടുമ്പോൾ, സാമ്പാറിന് വേണ്ടി കഷ്ണം വെട്ടുമ്പോഴോ എന്ത് ചെയ്യും, അന്യഭാഷയിൽ സംസാരിക്കാം. ജോലി ചെയ്യുമ്പോഴും നമുക്ക് ആ ജോലി നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അന്യഭാഷ പറയാം. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ നടന്നു പോകുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കാം, ദൈവത്തോട്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മളെ പ്രയാസപ്പെടുത്തില്ല. മറ്റുള്ള ചിന്തകൾ മനസ്സിലുണ്ട്. ചിലപ്പോൾ കടഭാരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നാളത്തെ ജീവിതത്തിന് വേണ്ടി നാളെ അരി മേടിക്കാനുള്ള പൈസ ഇല്ലായിരിക്കും, മറ്റുള്ള ലോൺ എടുത്ത് ടെൻഷൻ ഉണ്ടായിരിക്കും, കുഞ്ഞുങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ മക്കളില്ലാത്ത വിഷയം. ഞങ്ങൾക്ക് 20 വർഷമായി മക്കളില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വന്ന് പരിചയപ്പെട്ടപ്പോൾ സന്തോഷിച്ച് കർത്താവിൻ്റെ സമയത്ത് മാനസോറിന് 7 വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടായത്. ആൺകൊച്ചു കർത്താവ് കൊടുത്തു, ഇസാക്ക് പേര്. അപ്പോൾ ദൈവത്തിന് കർത്താവിന് പ്രവൃത്തി ഉണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ വേലയിൽ, നമ്മൾ ചെയ്യുന്ന ആ ട്രാൻസ്ലേഷൻ, അതിൽ എൻ്റെ കഴിവല്ല, അതിൻ്റെ വാക്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ഒരു ഗോത്രത്തിന് വേണ്ടി കൊടുക്കുന്നത്. കർത്താവ് പറയുന്ന പോലെ ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം സന്തോഷം, ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കാന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 50,000 ആൾക്കാരുള്ള ഒരു ഗോത്രമോ, അല്ലെങ്കിൽ വേണ്ട 20,000 ആയിക്കോട്ടെ, 10,000 ആയിരിക്കും, ചിലപ്പോൾ 5,000 ആയിരിക്കും. പക്ഷേ അവരിലേക്ക് ഈ സത്യവചനം നമ്മൾ പ്രകാശനം ചെയ്യാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു? എനിക്ക് വേണ്ടിയാണോ? അല്ല, കർത്താവിന് വേണ്ടി. ഈ കഷ്ടപ്പാടിൽ ആരുണ്ട്? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. മറ്റുള്ള മനുഷ്യരിൽ അവർക്ക് ദൈവം കൂടെ ഇല്ല. ദൈവം സഹായിക്കണം എന്ന് പറയല്ലാതെ അവരുടെ കൂടെ ദൈവമില്ല. കാരണം കർത്താവ് മാത്രം ഒന്ന് പറയുന്നത് ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. രണ്ടാമത് കർത്താവ് തന്നെ പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്നോട് കൂടെ അല്ല, നിന്നോട് കൂടെ. അതിൽ ഭാര്യയ്ക്ക് ആ ഒരു സാവകാശം, ആ ഒരു പ്രസ്താവന പറയാൻ ഒരിക്കലും പറ്റില്ല. അതുപോലെ ഭർത്താവിനും ആ ഒരു പ്രസ്താവന ഒരിക്കലും പറയാൻ പറ്റില്ല. മക്കൾക്കും മനുഷ്യനാർക്കും പറയാൻ പറ്റുമോ? ലോകാവസാനം നീ ഉദാഹരണത്തിന് ഇപ്പോൾ ജോൺസൺ പറയാൻ പറ്റും, ബിന്ദുസോട് അല്ലെങ്കിൽ നീ മരിക്കുന്നവരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവുന്നു. എനിക്ക് എൻ്റെ ഭാര്യയോട് പറയാൻ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പറയാൻ പറ്റുമോ? അച്ഛാൻ മരിക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവുന്നു?
ഇല്ല, പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ കാര്യമാണ്. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് കൂടെ, ഞാൻ ഇമ്മാനുവിനോട് കൂടെ, ഇമ്മാനുവിൻ്റെ വൈഫിനോട് കൂടെ, അല്ലെങ്കിൽ തോമസ് ബ്രദറിൻ്റെ കൂടെ, ഓരോരുത്തരും കൂടെ കർത്താവ് ലോകാവസാനത്തിന് ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ കാര്യം ഉദ്ദേശിക്കുന്ന എൻ്റെ ജീവൻ്റെ അവസാനം വരെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. എൻ്റെ ആ കഷ്ടങ്ങൾ പങ്കുവെക്കുന്ന എവിടെയാണ്? ആത്മാവിലാകണം. നമ്മൾ പൊതുവെ എപ്പോഴും പ്രാർത്ഥിച്ച ഒത്തിരി കാര്യം പറയാണ്, പക്ഷെ അല്ല, ആത്മാവിൽ പങ്കുവെക്കും, അന്യഭാഷയിൽ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ലേഷനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇവിടെയും പെന്തക്കോസ്താണെങ്കിൽ ഇവർ ദൈവത്തിന് വൻകാര്യവും ചിലപ്പോൾ മനുഷ്യൻ ഏകദേശം 3000 പേര് സ്ഥാനപ്പെടാൻ കാരണം എന്താണ്? ജനം ചോദിച്ചു, അവർക്ക് പാപബോധം ഉണ്ട്. വചനം പറയുന്നത് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവിടെ ദാനിയേൽ ചെയ്തത് എന്താണ്? രാജാവിനോട് അവൻ പറഞ്ഞത്, നിന്റെ പാപം നിമിത്തം നിന്റെ രാജ്യം ദൈവം തൂക്കിയിരിക്കുന്നു. ആ രാത്രി തന്നെ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. അടുത്ത ദാരിവേഷ് രാജാവായിട്ട് വന്നു. അപ്പോൾ ദൈവപ്രവർത്തിക്ക് സമയം ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ഒരു രാജ്യം മുഴുവനും ദൈവത്തിനെ മാറ്റിമറിക്കാൻ ഒരു രാത്രി, ഒരു നിമിഷം മതി. സ്വതന്ത്രം. ആ പ്രവൃത്തിനെ കർത്താവ് എന്നും ചെയ്യുന്നത്. ഒരു ദുഷ്ടനായ മനുഷ്യൻ, ഒരു കൊലപാതകമായ മനുഷ്യൻ, അല്ലെങ്കിൽ കള്ളുടനായ മനുഷ്യൻ, അല്ലെങ്കിൽ വ്യർത്ഥ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെ പോലും ഒരു രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് കർത്താവിനെ മാറ്റാൻ സാധിക്കുള്ളൂ. കർത്താവ് അത് ഇന്നും ഈ ദേശത്തും ലോകമെമ്പാടും കർത്താവ് ചെയ്യുന്നുണ്ട്. എത്രയോ ലോകത്തിലെ പല ആദിവാസി ഗോത്രങ്ങൾ അവർ രക്ഷിക്കപ്പെടാൻ കാരണം കർത്താവിൻ്റെ ഒറ്റ ഒരു പ്രവൃത്തിയാണ്. ഒരു മനുഷ്യൻ അവർ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു CD ഇറക്കിയായിരുന്നു, ഒരു ഫിലിം ഇറക്കിയായിരുന്നു. അപ്പോൾ ആ പ്രൊമോഷൻ ഞങ്ങൾ ഒത്തിരി, ആ ഫിലിം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി പലരെ അത് ആകർഷിച്ചു. കുഞ്ഞു കുട്ടികൾ പോലും. ഞാൻ പിന്നെ ഇത് 18 വർഷം മുമ്പുള്ള കാര്യം പറയുന്നു. 18 വർഷം ഏകദേശം അതിന് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പല കുഞ്ഞുങ്ങളെ കണ്ട് അവൾ വളർന്നു. പക്ഷെ 5-ാം വയസ്സിൽ VVSനും അല്ലെങ്കിൽ അല്ലാതെ വീട്ടിൽ മേടിച്ച് ഈ CD കണ്ട് കുഞ്ഞുങ്ങൾ പറയാൻ അങ്ങനെ അന്ന് കണ്ട ആ പടം ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു ദ്വീപിൽ, ആദിവാസി ദ്വീപിൽ, അത് നരഭോജികളാണ്. അവിടെ പോയി ഭാര്യ ഭർത്താവായ മിഷന്മാർ പോയി ഭാഷ പഠിച്ചു. ഭാഷ വെറുതെ പഠിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അവർ സ്നേഹം നേടണം, അവരുടെ വിശ്വാസം, ഏറ്റവും വലിയ കാര്യമാണ് വിശ്വാസം. അത് എളുപ്പകാര്യമല്ല. വിശ്വാസം നേടണം, സ്നേഹം നേടണം, പിന്നെ ഈ ഭാഷ പഠിക്കണം, അത് ലിപി ഉണ്ടാക്കണം, എന്നിട്ട് വേണം പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടി. അന്നത്തെ കാലത്ത് പ്രിൻറ്റിങ് എളുപ്പമല്ലായിരുന്നു. പക്ഷെ അതെല്ലാം സഹിച്ച് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരത് ചെയ്തു. ഇതൊക്കെ കർത്താവ് ഒന്ന് ഓർപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ, പല കർത്താവ് ഓർപ്പിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടുതൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും കൂടുതൽ കർത്താവിൽ ആശ്രയിപ്പാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിനെ ഒന്നും തന്നെ അന്യഭാഷ സംസാരിക്കുന്ന, അത് നമ്മൾ ഒറ്റയ്ക്കുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ. അപ്പോൾ ഒറ്റയ്ക്കുള്ള ഈ 2 മണിക്കൂർ 40 മിനിറ്റ് ഞാൻ പറയുന്നത് കുടുംബ പ്രാർത്ഥന അല്ല കേട്ടോ, അത് ഔട്ടാണ്. ഞാൻ മാത്രം കർത്താവിനോട് 2 മണിക്കൂർ 40 മിനിറ്റ് ചിലവഴിക്കുന്ന സമയം. അത് കൂടാതെ കുടുംബ പ്രാർത്ഥന. ചിലരെന്ത് ചെയ്തെല്ലാം കൂടി മിക്സാക്കും, ബിരിയാണി ചെയ്യുന്ന പോലെ. അങ്ങനെയല്ല, കർത്താവ് പറഞ്ഞിരിക്കുന്ന അപ്പോൾ അത് പോട്ടെ, ആ സമയത്തിന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടത്തിന് വിടുന്നു, അത് നിങ്ങൾക്കനുസരിച്ച്. പക്ഷേ അപ്പോൾ നമുക്ക് പിന്നെ തന്നെ ആ ദശാംശമല്ല, നമുക്ക് ഏത് സമയത്തും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് സ്വോത്രം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഇപ്പോൾ 10 കടകളിൽ നിങ്ങൾ പോയാലും ഓരോ കടയുടെ മുമ്പിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, ഇപ്പോൾ നിങ്ങൾ ഓരോ ഊരിൽ പോകുമ്പോൾ ഓരോ വീട്ടിൻ്റെ മുമ്പിൽ പോയി നമ്മൾ ഓരോ തവണ ഓണാക്കണ്ടേ, ആ ഓരോ തവണയും സ്വോത്രം പറയണം. പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പറഞ്ഞ പാട്ടുപാടി ഉള്ള കാര്യമല്ല, ഒരു സ്തോത്രമെങ്കിലും. അപ്പോൾ ഓരോ സ്തോത്രത്തിൽ എന്താ പറയുന്നത്? കർത്താവ് നമ്മൾ മഹത്വപ്പെടുന്നത്. ഇനി അന്യഭാഷയിൽ നമുക്ക് അപ്പോൾ നമ്മുടെ മൊത്തം ചിന്ത എന്താണ്? പെന്തക്കോസ്താരുടെ ചിന്ത ഒരു പാട്ടുപാടി അവസാനത്തിൽ സ്റ്റാൻസിൽ കൈയടിച്ച് ഡ്രമ്മടിച്ച് കയറുമ്പോഴാണ് അന്യഭാഷ വരുന്നത്. അല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അന്യഭാഷ, ഇപ്പോൾ വേണമെങ്കിൽ, ഇപ്പോൾ ഏത് സമയത്ത്, ബാത്റൂമാണോ, കുളിക്കുകയാണോ, അല്ലെങ്കിൽ പറയുന്നത് വാക്ക്, പക്ഷേ എന്നാലും പറയുന്നത് കക്കൂസിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് ചെയ്യാം. കാരണം ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്. ഞാൻ ഇരിക്കുന്ന എവിടെ വിഷയമല്ല, മനസ്സിലായോ? ഞാൻ എവിടെ ഇരുന്നാലും അപ്പം അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഒന്നും അതിന് പ്രാധാന്യം, രണ്ടാമത് അതിൻ്റെ മഹത്വം, ദൈവം നമുക്ക് തന്ന മഹത്വം അല്ലെങ്കിൽ ആ ഗൗരവം എവിടെ ഞാൻ ആയിരുന്നാലും എവിടെ ഇരുന്നാലും അത് വിശുദ്ധ സ്ഥലമാണ്. കാരണം ഞാൻ വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനായത് എങ്ങനെയാണ്? ദൈവം എന്നെ വിശുദ്ധൻ ആക്കി. ദൈവത്തിന് പരിശുദ്ധ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഇടം, ഞാൻ ആ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. ആ സമയം വരെ മാത്രം എൻ്റെ ആവശ്യത്തിന് വേണ്ടി. കർത്താവിൻ്റെ ആത്മാവുകൊണ്ട് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ കൂടുതലായി സഹായിക്കട്ടെ. ഒരു വാക്യം മാത്രം വായിച്ച് പ്രാർത്ഥിക്കാം.
മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. മർക്കോസ് 7:37. മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. അവൻ സകലവും നന്നായി ചെയ്തു, ചെവിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. ജനമെല്ലാം വിസ്മയിച്ചു എന്ന് പറയുന്ന അവൻ സകലവും നന്നായി ചെയ്തു. ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് കൂടുതലായി ഉണ്ടായിരുന്നതിന് അവൻ സകലവും നന്നായി ചെയ്യുന്നു. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ കഷ്ടം വന്നാലും രോഗം വന്നാലും കടഭാരം വന്നാലും, അല്ലെങ്കിൽ കടഭാരം വരാതിരിക്കട്ടെ, എനിക്ക് പൈസയുടെ ആവശ്യം അത്രയും അത്യാവശ്യം വന്ന് ഞാൻ കടം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാലും കർത്താവെ അത് നന്നായി, അവൻ ചെയ്തത് നന്നായി, നന്മയ്ക്കായി തീർന്നുമല്ല. അതൊരു വാക്യമുണ്ട്, അനുഭവമുണ്ട്. അതല്ല, രോഗം വന്നത് നന്നായി. അപ്പോൾ അത് ആരാ രോഗം വരുത്തിയത്? കർത്താവ് വരുത്തി. കർത്താവ് വരുത്തിയത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എന്നെ ശുദ്ധീകരിക്കാൻ, മാത്രമല്ല അവനോട് കൂടുതൽ അടുക്കുവാൻ. ഈ കഷ്ടത്തിൽ കൂടി, കാരണം കഷ്ടം അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ബൈബിൾ പറയുന്നത് അല്ലേ? കഷ്ടം അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ പല കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി അവൻ നമുക്കൊരു പാത ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പത്രോസ് പറയുന്നു. അവൻ കഷ്ടങ്ങൾ അനുഭവിച്ചു, നമുക്കൊരു പാത വെച്ചിരിക്കുകയാണ്. ഈ പാത പിന്തുടരാൻ വേണ്ടിയാണ്. അത് കഷ്ടതയുടെ പാതയാണ്. നമ്മുടെ ക്രൂശ്, നീ നിൻ്റെ ക്രൂശ് എടുത്ത് വേണം നടക്കാൻ, എന്നെ പിൻപറ്റുക. അല്ലാണ്ട് കാറും വണ്ടിയും ബംഗ്ലാവും ജോലിയോ അല്ല മറ്റുള്ള സാമ്പത്തിക വിഷയങ്ങൾ തന്നിട്ടില്ല. കർത്താവിന് നീ നിൻ്റെ രാകേഷിൻ്റെ ക്രൂശ് എടുത്ത് വേണം പോകാൻ. കാരണം എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി ഒരു വീട് ഒരുക്കുന്നു. എൻ്റെ വീട് വേറെയാണ്, എൻ്റെ ഭാര്യയുടെ വീട്. അവിടെ എത്തുമ്പോൾ ഭാര്യയും ഭർത്താവില്ല. അവിടെ എത്തുമ്പോൾ ശോശാമ്മ, എൻ്റെ ഭാര്യയുടെ പേര് ശോശാമ്മ, ശോശാമ്മയ്ക്ക് വീട് വേറെ, രാകേഷിൻ്റെ വീട് വേറെ, ജോൺസൺ ബാസിൻ്റെ വീട് വേറെ, ഇമാനുൽ സോറിൻ്റെ വീട് വേറെ, സൂര്യ സോറിൻ്റെ വീട്, ഓരോരുത്തർക്കും വീട് വേറെയാണ്. അവിടെ പോയി ഭാര്യയും ഭർത്താവും മക്കളൊന്നും ഇല്ല. പിന്നെ ആരാ ഉള്ളൂ? നമ്മുടെ കാന്തന. ആ കാന്തനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ തിരക്ക് പിടിക്കേണ്ടത്. ആ കാന്തനെ കണ്ടാണ് നമ്മൾ സന്തോഷിക്കാൻ പോകുന്നത്. അവിടെ മരിച്ചുപോയി നമ്മുടെ അമ്മമാരൊക്കെ അതെല്ലാം ആത്മാക്കളായിരിക്കണം. പക്ഷെ നമുക്ക് കാണാനുള്ള അറിയാം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. വെളിപ്പാട് ദിവസം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖം ഉള്ളവൻ. കത്തോലിക്കർ വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങും പരിപാടിയൊന്നുമല്ല കർത്താവിൻ്റെ മുഖം. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖം. ഈ സൂര്യനെ കാണാൻ നമുക്ക് പറ്റുമോ? ഒരു സെക്കൻഡ് നോക്കിയാൽ പിന്നെ നമ്മുടെ കണ്ണ് കുറേ നേരത്തേക്ക് ഒരു മഞ്ഞപ്പ് പോലെയാണ്. മാത്രമല്ല പിന്നെ കണ്ണ് തുറക്കുമ്പോൾ വട്ടം കാണുന്നത്, സൂര്യൻ്റെ ആ വട്ടം. അപ്പോൾ അങ്ങനെയാണ് ഈ കർത്താവ് ഉണ്ടാക്കിയ സൂര്യൻ. ആ സൂര്യനെ നമ്മൾ മനുഷ്യനായ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ നമുക്ക് അത്രയും പറ്റുന്നുള്ളൂ. എങ്കിൽ ആ സൂര്യനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖം പറയുന്ന വശം വെളിപ്പാട് ദിവസം 1-ാം അധ്യായം 13-17 പറയുന്നത് അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ ശക്തി എത്രയുണ്ട്? ആ ശക്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാന്തൻ, അതായത് ഒരു കർത്താവിന് ഒരു പേരാണല്ലോ കാന്തൻ, നമ്മുടെ ഭർത്താവ്. ആ സകല ലോകത്തിലെ ബന്ധങ്ങൾ വിട്ട് നമ്മൾ നമ്മുടെ കാന്തനെ കാണുമ്പോൾ അതുകൊണ്ട് പറഞ്ഞ കർത്താവെ നീ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആത്മാ നമ്മളെ സഹായിക്കുന്ന ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവേ, ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകി വൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനനുസരിച്ച് എല്ലാ പ്രവർത്തകർക്കായി സ്തോത്രം, പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കുന്നു. കൃത്യമായ കർത്താവെ ഈ അട്ടപ്പാടി ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ദാസിദാസന്മാരും കുടുംബങ്ങൾക്കായി സ്തുതിക്കും. അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇത്രത്തോളം അവരെ സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ, ഉള്ളംകൈയിൽ വഹിച്ചല്ലോ. എത്രയോ കർത്താവായ ആപത്തും അനർത്ഥങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ അവർ ഇത്രത്തോളം കർത്താവ് വഹിച്ച വൻ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങനെ കർത്താവ് നിത്യസ്നേഹം ഓരോ ദിവസം അനുഭവിച്ച് അതേ പാസം വചനം അറിയാത്ത കർത്താവെ സ്വന്തം എഴുത്തും വായന പോലും അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ കടന്നു ചെന്ന് കഷ്ടങ്ങൾ അനുഭവിച്ച് കർത്താവിനെ വേല ചെയ്യുന്ന കർത്താവെ സ്വന്തം ഈ പ്രവർത്തനങ്ങളെ, ഈ കുടുംബങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ജീവിതങ്ങൾ ഈ ദേശങ്ങളിൽ ഈ വർഷം കഴിയും മുമ്പേ തന്നെ അതേപോലെ രക്ഷിക്കപ്പെടുവാൻ, അഥവാ സ്നാനപ്പെടുവാൻ, ദൈവസഭയുടെ അംഗമായി തീരുവാൻ, ആത്മാവിൽ ജീവിക്കുന്ന അനുഭവങ്ങൾ, വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികളൊക്കെ ഉണ്ടാകട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തണമേ. അതേപോലെ പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തണമേ. പൊളിഞ്ഞിരിക്കുന്ന സഭകൾ, ഭിന്നിപ്പിച്ചിരിക്കുന്ന സഭകൾ, പാസ്റ്റർമാർ, കുടുംബങ്ങളെ കർത്താവ് യോജിപ്പിക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് യോജിപ്പിക്കുന്ന ആത്മാവാണല്ലോ. അങ്ങനെ ആത്മാവ് സ്നേഹത്തിന് ആത്മാവാണല്ലോ. അങ്ങനെ ആത്മാവ് സമാധാനത്തിന് ആത്മാവാണല്ലോ. കർത്താവ് വലിയ പ്രവൃത്തി അതേപോലെ ഈ ഓഫീസിലെ ഓരോ സ്റ്റാഫ് നിമിത്തം കർത്താവേശു ഇന്ന് മുതൽ കൂടുതലായി ശക്തിയിൽ കർത്താവേശു ശക്തി പ്രാപിച്ച് അതേപോലെ ശക്തിയിൽ പ്രവർത്തിപ്പാൻ, ശക്തിയിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ ശക്തി
ശക്തി, അതേപോലെ അന്യഭാഷകൾ സംസാരിക്കുന്ന അനുഭവങ്ങൾ, ദൈവത്തോട് കൂടുതൽ സംസാരിക്കുന്ന അനുഭവങ്ങൾ, കർത്താവിൻ്റെ ആത്മാവിൽ നിന്ന് നടക്കുന്ന, കർത്താവിൻ്റെ ആത്മാവോട് ചേർന്ന താവേശം ജീവിക്കുന്ന അനുഭവങ്ങൾ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരെ താവേശം അവരെ കൂട്ടിവരുത്തണമേ, പാപബോധം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യഥാവ് ട്രാൻസ്ലേഷൻ മിനിസ്ട്രികൾ, പരിഭാഷ മിനിസ്ട്രികൾ നിമിത്തമായിട്ട് അനേക ഗോത്രക്കാർ, അനേക ജാതികൾ ഈ ദിവസങ്ങളിൽ രക്ഷ പ്രാപിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ അതാവേശം ധാരാളം ജീവിതങ്ങളുടെ പേരുകൾ എഴുതപ്പെടാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാവേ അവരുടെ മുഖം ഇവിടെ മാത്രമല്ല, സ്വർഗത്തിൽ ഞങ്ങൾ എത്തുമ്പോൾ യേശു ക്രിസ്തു ഹല്ലേലൂയാസ് വൻ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പാൻ ഇവിടെയുള്ള മുഖങ്ങളെ അവിടെയും കാണുവാൻ ദൈവാത്മാവെ സഹായിക്കണമേ, കരുണ കാണിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവാൻ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ നാമത്തിൽ താവേ NLCയുടെയും അതേപോലെ താവേ സ്വന്തം അട്ടപ്പാടിയിലായിരിക്കുന്ന താവേ ഓഫീസിലെ ഓരോ സ്റ്റാഫിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തിക്കായ സ്തോത്രം. ഇനി കാണുമ്പോൾ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു പറയുവാൻ ഇവരെ കൊണ്ട് സഹായിക്കണമേ. അതാവെ അടിയനത് കേട്ട് അങ്ങനെ സ്തുതിപ്പാനും അതാവെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹിച്ചനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം നൽകിയ ദേവദാസനോടും നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെയധികം എൻകറേജ്മെന്റ് തരുന്ന വർഷങ്ങളായിരുന്നു. ശ്രീനാരാകൃഷ്ണനോട് അദ്ദേഹത്തെ ശ്വാസാമാണ് വരുന്നത് ഞാൻ ഇന്നിപ്പം ബുധനാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ഞങ്ങൾ പോകണമെന്ന് ഞങ്ങളുടെ കൂടെ വരണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അത് ഞാൻ പുത്തൻ കാണുന്നുണ്ട്. 3 ദിവസത്തെ ഡിവോഷൻ ഇദ്ദേഹത്തിന് കൊടുത്താലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ ആ കാര്യത്തിനുണ്ട്. ഞങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ HMIയുടെ അതുപോലെ പല പ്രവർത്തനങ്ങളിലും ഉത്സാഹമായിട്ട് പ്രവർത്തിക്കുകയും ആ സംഘടനകൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു കാശ്മീർ അങ്ങനെ പല സ്ഥലങ്ങളിലും ദൈവത്തിനായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും. അപ്പം അടുത്ത ദിവസങ്ങളിൽ ഡിവോഷനുള്ള ആൾക്കാരെ ക്ഷണിക്കുക. അവർക്ക് പിന്നീട് അടുത്ത ദിവസങ്ങളിലൊക്കെ പറയാനുണ്ടോ? അപ്പോൾ ശരിക്കും അരമണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് പറയാമല്ലോ. ഒന്ന് പറഞ്ഞു വന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം കഴിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ എല്ലാവരും നേരത്തെ വരാൻ ശ്രമിച്ചാൽ നമുക്ക് അത് അനുഗ്രഹമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് വേണ്ടി പിന്നെയും തോന്നുന്നു നമ്മൾ പ്രാർത്ഥിക്കാം. പിള്ളേരെ കൊണ്ടാക്കിയാ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കിയ എത്രയൊക്കെ പഠിക്കുന്നത്? ഒരേ സ്കൂളിലാണ്? അല്ലല്ല, ഒരാളിവിടെ ഒരാളവിടെ. അതങ്ങനെ ഇവിടെ ഹൈസ്കൂള് ഇത് ഇത്രയും 7 വരെ CBSE ഒന്നിച്ച് പഠിച്ചോണ്ടില്ലേ. ഏകലവ്യ കില സെന്ററുള്ള അവിടെ ഒരു CBSE ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ഇതിവിടെ സെന്റ് ഗ്രിഗോറിയോസ്. സാറേ ചെറിയ കുഞ്ഞോളം അവിടെ പഠിക്കണം. അവിടെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. അല്ല, അവിടെ ഹൈസ്കൂളുണ്ടോ? സർക്കാർ സ്കൂളിലാണ്. ഈ വർഷം +10 കഴിഞ്ഞ് +1 +2 എളുപ്പം. നമുക്ക് അങ്ങോട്ട് തന്നെ ചേഞ്ച് ചെയ്താൽ മതി. സ്കൂളിലേക്ക് തന്നെ ആവശ്യപ്പെട്ടാൽ മാർക്കും ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ശരി. ഞങ്ങൾ പലർക്കും ഞങ്ങളറിയുന്നത് 100% മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക്